ദ ജേർണലിസ്റ്റിലേക്ക് ഖത്തറിന് നേരെ ആക്രമണം നടത്തി അടപടലം കുടുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചുവെന്നുമൊക്കെ ഇസ്രായേൽ ഘോരം പ്രസംഗിക്കുന്നുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് പോലും, കൃത്യമായി മരിച്ചവരുടെ വിവരങ്ങൾ പോലും പുറത്തുവിടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇസ്രായേൽ പറയുന്നത് പോലെ നേതാക്കളെ ഒന്നും, ഖാലിദ് മിഷേൽ അടക്കമുള്ളവരെ ഒന്നും തൊടാനായിട്ടില്ല എന്ന് ഹമാസ് തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആദ്യമേ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം അത് പൊളിഞ്ഞു പാളീസായി എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്ന വിവരം. രണ്ടാമതായി വരുന്നത് ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ്. അറബ് രാജ്യങ്ങൾ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നിലകൊള്ളുന്നതിന് ഈ ആക്രമണം കാരണമായി എന്നു തന്നെ പറയേണ്ടി വരും. മുമ്പ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയത്ത് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ഇന്ന് നമ്മൾ ഗസയിലേക്ക് നടക്കുന്ന ഈ ആക്രമണങ്ങളോട് നിശബ്ദത പാലിച്ചാൽ നാളെ ഇസ്രായേൽ നമ്മൾ ഓരോരുത്തരെയും തേടി വരും, അന്ന് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് ഇറാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് വളരെ പ്രസക്തമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഒരു അറബ് രാജ്യത്തേക്ക് ഇസ്രായേൽ ഹമാസിൻ്റെ ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതീവ ഗുരുതരവും തീവ്രവുമായ ഒരു ആക്രമണം സംഘടിപ്പിക്കുന്നു. ആ ആക്രമണം നടത്തിയതിന് ശേഷം ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഏതറ്റം വരെ പോകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവന ഇറക്കുന്നു. അപകടകരമായ മുന്നറിയിപ്പാണ് ഇത് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാളെ സൗദിയോ കുവൈറ്റോ മറ്റേത് രാജ്യമോ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത തെളിയുകയാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് അറബ് രാജ്യങ്ങൾക്ക്, GCC രാജ്യങ്ങൾക്ക് വലിയ ഒരു മുന്നറിയിപ്പ് എന്നതിനപ്പുറം കാര്യമായി തന്നെ ചിന്തിക്കാനുള്ള ഒരു വിഷയം തന്നെയാണ് എന്നതിൽ സംശയമില്ല. അറബ് രാജ്യങ്ങൾ ഇത്രയും കാലം അമേരിക്ക ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അനുനയിപ്പിക്കപ്പെട്ടു പോകാം എന്ന നിലയിലായിരുന്നു നിലപാട് സ്വീകരിച്ചിരുന്നത്. നമുക്കറിയാം, OICയുടെയോ അറബ് ലീഗിൻ്റെയോ ഒക്കെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള യോഗങ്ങൾ ചേരുമ്പോൾ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധ കുറിപ്പുകൾ ഇസ്രായേലിനെതിരെ ഇറക്കുമെന്നതിനപ്പുറത്തേക്ക് ഇറാൻ പറയുന്നത് പോലുള്ള കടുത്ത ഉപരോധമടക്കമുള്ള മാർഗങ്ങളിലേക്ക് ഒരിക്കലും ഈ GCC രാജ്യങ്ങൾ പോയിട്ടില്ല. കാരണം അവർ അമേരിക്കയെയോ ഇസ്രായേലിനെയോ നേരിട്ട് വെല്ലുവിളിക്കാനോ ഒരു തുറന്ന പോരിലേക്ക് പോകാനോ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. പക്ഷേ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ എത്രത്തോളം അപകടകാരികളാണ് തങ്ങൾക്ക് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു ധാരണ ഈ അറബ് രാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖത്തർ കഴിഞ്ഞ മെയ്യിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 400 കോടിയോളം വില വരുന്നൊരു വിമാനം സമ്മാനമായി കൊടുത്തത്. അത് കൊടുത്ത് മാസങ്ങൾക്കിപ്പുറം ഇസ്രായേൽ ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ ഖത്തറിന് നേരെയല്ല ആക്രമണം എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും ആ ആക്രമണത്തിൽ ഖത്തറിൻ്റെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അത് ഖത്തറിന് നേരെയാണ് എന്ന് ഖത്തറിന് ഉറപ്പിച്ച് പറയാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും എന്തു തരത്തിലുള്ള ആക്രമണവും ഇസ്രായേലിന് നടത്താൻ കഴിയുമെന്ന അവബോധം ഖത്തറിനും GCC രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഹമാസിനെ ലക്ഷ്യമിട്ടിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? പൂർണ്ണമായി ഒരിക്കലുമല്ല. കാരണം ഹമാസിനെ ലക്ഷ്യമിടുക എന്നതിലൂടെ ഖത്തറിനെയും അറബ് രാജ്യങ്ങളെയും വിറപ്പിക്കുക, ഭയപ്പെടുത്തുക എന്ന തന്ത്രം തന്നെയാണ് ഇസ്രായേൽ ഇവിടെ പയറ്റിയിരിക്കുന്നത്. കാരണം ഇസ്രായേലിന് ഗസ പരിപൂർണമായി അടക്കാനോ അല്ലെങ്കിൽ ഈ യുദ്ധം അനിയന്ത്രിതമായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇനി ഏത് GCC രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനോ ഒക്കെ അവർക്ക് ഒരു കാരണം വേണം. ആ കാരണം എന്ന് പറയുന്നത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവയൊക്കെയായിരുന്നു ഇത്രയും കാലം. അതായത് ഗസയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ലെബനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ, സിറിയയിലേക്ക്, യമനിലേക്ക് ഒക്കെ ആക്രമണം നടത്തുമ്പോൾ അവിടെയൊക്കെ തങ്ങളുടെ രാജ്യത്തിനെതിരായ ശക്തികൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായി ആക്രമിക്കുന്നത്, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നൊക്കെ ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ആ ആക്രമണം ഇത്രയും കാലം സുരക്ഷിതമായിരുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും നീളാം എന്ന അപകടകരമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുകയാണ്. അതായത് ഇസ്രായേലിന് തങ്ങളുടെ ശത്രുക്കൾ ഇന്നയിടത്തുണ്ട് എന്ന് തോന്നിയാൽ അവിടെ ആക്രമിക്കാം, ആരും ചോദിക്കാനും പറയാനും വരരുത്, അത് ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇസ്രായേൽ അടിച്ചേൽപ്പിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ മാറി നിൽക്കുകയാണ്. ഒരു വശത്ത് ഹമാസിനെ തീർക്കുക എന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യത്തിനൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക പറയുന്നു, മറുവശത്ത് വന്നിട്ട് അമേരിക്ക തന്നെ പറയുകയാണ്
ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല എന്ന്. എന്നിട്ട് വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക്, വെടിനിർത്തൽ ശ്രമങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്നു. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് കൃത്യമായി ഇതിൽ നിന്ന് വ്യക്തമാണ്. ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എത്ര കാലം ഇസ്രായേലിന് ഇങ്ങനെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 23 മാസമായി, 2 വർഷത്തിന് 1 മാസം മാത്രം ബാക്കി, ഇത്രയും കാലം തുടർച്ചയായി ഇസ്രായേൽ യുദ്ധത്തിലാണ്, കടുത്ത ആക്രമണങ്ങളിലാണ്. ചുറ്റുമുള്ള സകല രാജ്യങ്ങളിലും അങ്ങോട്ട് പോയി ബോംബിട്ട് ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് കരുതുന്ന ഇസ്രായേലിൻ്റെ ചിന്താഗതി എത്രത്തോളം വലിയ മൗഢ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ദിവസവും ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾക്ക്, അത് ഇസ്രായേലിന് കൂടി വേണ്ടിയിട്ടാണ് ആ മധ്യസ്ഥ ശ്രമങ്ങൾ, അത് അമേരിക്ക കൂടി പറഞ്ഞിട്ടാണ് ആ മധ്യസ്ഥതയ്ക്ക് ഖത്തർ നേതൃത്വം കൊടുത്തത്. ആ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം നടത്തുക, ആ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി വിളിച്ചു വരുത്തപ്പെട്ട അതിഥികൾക്ക് നേരെ, ഹമാസിൻ്റെ നേതാക്കൾക്ക് നേരെ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് എന്ത് നെറികേടാണ്. അപ്പോൾ ഇത്തരമൊരു നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേലിന്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ആക്രമണങ്ങൾ ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കണം. അതായത് തുടർച്ചയായി നെതന്യാഹുവിന് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം, ഗസ പിടിച്ചെടുക്കണം. അതിനൊക്കെ ഭീഷണിയായി നിൽക്കുന്ന ഖത്തറിനെ ആക്രമിച്ച് ഭയപ്പെടുത്തി നിശബ്ദമാക്കണമെന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് ഖത്തർ മധ്യസ്ഥ ശ്രമത്തിന് വന്നാൽ, ഇനി ഹമാസിൻ്റെ നേതാക്കളെ അവിടെ നിർത്തിയാൽ പുകച്ചുകളയും, തീർത്തുകളയും, ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന പ്രാഥമികമായ സന്ദേശമാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത്. ഇതിലൂടെ വലിയ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനുണ്ടാകും. അതായത് വിളിച്ചു വരുത്തിയ വലിയ പ്രത്യാഘാതം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതായത് ഇനി അമേരിക്കൻ ചേരി, അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ആ ചേരി കുറെ കൂടി ദുർബലമാകും. ഇപ്പോൾ തന്നെ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഈ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ഒരു വശത്ത് ചൈന ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ അടുത്ത കാലത്താണ് അമേരിക്കൻ ചേരിക്കെതിരെ ചൈന, റഷ്യ, ഇന്ത്യ എല്ലാം ചേരുന്ന മറ്റൊരു ശാക്തിക ചേരി ഉണ്ടാകുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ പോലും ഇന്ത്യയുടെ അടക്കം സാന്നിധ്യത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധക്കുറിപ്പ് ഇറക്കപ്പെട്ടതും അതിൻ്റെ സാഹചര്യത്തിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പതിയെ പതിയെ അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ചേരി ദുർബലമാകുന്ന ഒരു സാഹചര്യം ലോകക്രമത്തിലുണ്ട്. അതിനോട് ചേർന്ന് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം കൂടിയാകുമ്പോൾ അതിന് ശക്തി കൂടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട വസ്തുത. ഇപ്പോൾ ചൈനയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്, റഷ്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. ഇറാൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സഹായങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ അറബ് രാജ്യങ്ങൾ യുണൈറ്റഡായി, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ നടുക്കവും അതുപോലെ തന്നെ പ്രതിഷേധവും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചൈന കൃത്യമായ അമേരിക്കൻ വിരുദ്ധ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് വിജയിക്കാനുള്ള സാധ്യതകൾ, ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി അത് വിജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഖത്തർ ഒരു അറബ് രാജ്യമായി നിലകൊള്ളുമ്പോൾ തന്നെ, ഇറാനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോൾ തന്നെ, മറുവശത്ത് അമേരിക്കയുമായും നല്ല ബന്ധം തുടർന്നിരുന്നു. ആ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്നുള്ളത് ഖത്തറിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരുന്ന ഖത്തറിന് നേരെ തന്നെ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ കാര്യമായി തന്നെ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് വ്യക്തമാണ്. അത് ഒരിക്കലും ആക്രമണം എന്ന രീതിയിലാകില്ല. നയതന്ത്രപരമായി വലിയ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരിടേണ്ടി വരും. അപ്പോൾ ഉയരുന്ന ചോദ്യം, ഇനി എത്ര കാലം ഇസ്രായേലിന് ഈ യുദ്ധവുമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ്. ഇത്രയും കാലം അറബ് രാജ്യങ്ങൾ കടുത്ത നടപടികളിലേക്ക് പോയിരുന്നില്ല. ഖത്തർ ആണെങ്കിൽ പോലും ഇസ്രായേലിന് കൂടി ഫേവറബിൾ ആയിട്ടുള്ള മധ്യസ്ഥ ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഈ മധ്യസ്ഥ ചർച്ചയിൽ കൃത്യമായി ഉയർത്തി കാണിച്ചിരുന്നത് ഖത്തറാണ്. പക്ഷേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഖത്തർ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു മധ്യസ്ഥ ചർച്ചകൾക്ക് ഞങ്ങളില്ല എന്ന്. ഇനി സ്വാഭാവികമായും പലസ്തീൻ കോസ് എന്ന് പറയുന്ന, പലസ്തീൻ രാഷ്ട്രം സ്വതന്ത്രമാകണം എന്ന നിലയിലുള്ള ഹമാസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അത് ചർച്ചയാവുകയും ചെയ്യാനുള്ള സാധ്യതകളാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഖത്തർ തയ്യാറാവുകയും മധ്യസ്ഥ ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ അത് തകർക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി നമുക്ക് നമ്മുടെ രാഷ്ട്രങ്ങളിൽ, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന ചിന്ത ഈ അറബ് രാജ്യങ്ങൾക്കിടയിൽ ശക്തമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും എന്നതിലും സംശയമില്ല. ഇപ്പോൾ ഹൂത്തികളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ഇന്നലെ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേൽ അത് തടഞ്ഞുവെങ്കിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം ഇസ്രായേലിന് വർദ്ധിക്കുകയാണ്. ഇതുപോലെയായിരുന്നു ഇറാനിലേക്ക് ആക്രമണം നടത്തിയപ്പോഴും. ഇറാനിലേക്ക് ഒരു രാത്രിയിൽ പോയി കുറേ ബോംബുകളിട്ട് അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർത്തു, ഞങ്ങൾ വിജയിച്ചു എന്ന്
എന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ തിരിച്ചു പോന്നപ്പോൾ ചരിത്രത്തിലില്ലാത്ത തിരിച്ചടിയാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ നൽകിയത്. ഒരുപക്ഷെ ഖത്തറിന് നേരെ നടത്തിയ ഈ ആക്രമണത്തിൻ്റെയും അവസാനം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയായിരിക്കാം. അതായത് ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ നിലപാടുകൾ, തിരിച്ചടികൾ ഇസ്രായേലിന് നേരിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതിൻ്റെ തുടക്കമാണ് ഞങ്ങൾ ഇനി മധ്യസ്ഥ ചർച്ചകൾക്കില്ല എന്ന ഖത്തറിൻ്റെ പ്രസ്താവന. ഇനി അങ്ങോട്ട് എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്നു കാണണം. എന്തായാലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത്ര എളുപ്പമാകില്ല ഇനി അറബ് രാജ്യങ്ങളിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗസ പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ എന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ ആക്രമണത്തിൽ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. കാരണം ഖത്തറിനെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഖത്തറിൻ്റെ ജനസംഖ്യയിൽ 1/3 നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത വാതകത്തിൽ വലിയൊരു പങ്കും ഖത്തറിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഖത്തറുമായി വലിയ വാണിജ്യ ബന്ധം ഇന്ത്യക്കുണ്ട്. ഇസ്രായേലുമായി ബന്ധമുണ്ടെങ്കിൽ പോലും ഖത്തറിനെ അവഗണിക്കുന്ന വിധത്തിൽ ഇസ്രായേലിനോട് ഐക്യപ്പെടാൻ ഇന്ത്യക്കും കഴിയില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളും, സകല രാജ്യങ്ങളും, ലോക രാജ്യങ്ങളൊക്കെ ഖത്തറിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ ഇനി അത്ര എളുപ്പമാകില്ല ഇസ്രായേലിനുള്ള മുന്നോട്ട് പോക്ക് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു പക്ഷേ ഹമാസിൻ്റെ തലവന്മാരെ മുഴുവൻ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നുവെങ്കിൽ അത് അവർക്കൊരു അഡ്വാൻറ്റേജായി, ഒരു ഗുണമായി മാറിയേനെ. പക്ഷേ ഇവിടെ ആ ഓപ്പറേഷൻ അടപടലം പാളുകയും ചെയ്തു, ലോകരാജ്യങ്ങളുടെ മുഴുവൻ വെറുപ്പും സമ്പാദിച്ചു. ഇന്ന് മാത്രമല്ല, ഇത്രയും കാലം കൂടെ നിന്നിരുന്ന, മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഖത്തറിൻ്റെ അപ്രീതി ഉണ്ടാകാനിടയായി, എതിർപ്പുണ്ടാകാനിടയായി. ഖത്തർ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾ മാറി ചിന്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് ഇത്രയും കാലം പോയതുപോലെ അത്ര എളുപ്പമാകില്ല ഇസ്രായേലിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്നതിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത്.